അത് പറയരുത്. മെസ്സി മിസ് ചെയ്തത് കേരളത്തിന്റെ ആ ഒരു റിയൽ അർജന്റീനൻ അല്ലല്ല. ലീഗ് റൗണ്ടിൽ പ്രെഡിക്റ്റ് ചെയ്തതായിരുന്നു കണ്ണൂർ വാരിയേഴ്സ് വിൻ ചെയ്യുന്നു. അതേ കാണികൾക്ക് മുന്നിൽ അതേ ഗ്രൗണ്ടിൽ തിരിച്ചടിച്ച് ഒരു ഹോം ഗ്രൗണ്ടിനെ എവേ ടീം പൂർണ്ണമായും വിഴുങ്ങുന്ന ഒരവസ്ഥ നമ്മൾ കണ്ട അവിടെ. കാരണം ഇംതിയുടെ കൂടെ 24 മണിക്കൂർ നടക്കുന്നുണ്ട്. ഫുട്ബോളിൽ ഇത്ര അധികം പ്രേമിക്കുന്നുണ്ട്. ഒരു ഹോം മത്സരം പോലും ജയിക്കാതെ വന്ന ഒരു ടീം, ഇത്രയും പരാജയം നേരിട്ട ഒരു ടീം എങ്ങനെയാണ് കാത്തിരുന്നവന് കനകം കൊടുക്കുന്നതാണ്. ശരിക്കും ഇന്ന് ക്യാപ്റ്റന്റെ ആംബാൻഡ് ധരിക്കേണ്ടിയിരുന്നത് അൽക്കേഷാണ്, ഗോൾ കീപ്പർ. സൂപ്പർ ലീഗ് കേരള സീസൺ 2 അവസാനിച്ചിരിക്കുകയാണ്. കണ്ണൂർ വാരിയേഴ്സ് തൃശൂർ മാജിക് എഫ്സിയെ 1-0 തോൽപ്പിച്ച് വിന്നേഴ്സ് ആയിരിക്കുകയാണ്. ഒരാളുടെ പ്രഡിക്ഷൻ, അതായത് ആ ലീഗ് റൗണ്ടിൽ പ്രഡിക്റ്റ് ചെയ്തതായിരുന്നു കണ്ണൂർ വാരിയേഴ്സ് വിൻ ചെയ്യുന്നു. ആ സമയത്ത് കണ്ണൂർ വാരിയേഴ്സിന്റെ അവസ്ഥ അറിയോ? സെമിയിൽ കേറൂല എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം കണ്ണൂർ വാരിയേഴ്സ് ചാമ്പ്യന്മാരായിരിക്കുകയാണ്? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ ചിലപ്പോൾ ഒരു ചടപ്പ് കൊടുക്കും. എന്നാലും ഇതൊരു സന്തോഷ നിമിഷമാണ്. കാരണം കണ്ണൂർ വാരിയേഴ്സിനെ എല്ലാവരും എഴുതി തള്ളിയ ഒരു സമയത്ത് ആ ലീഗ് മത്സരങ്ങളെ ഗംഭീരമായി തോറ്റു എന്ന് പറയാം. ഗംഭീരമായി തോറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കച്ചിത്തുരുമ്പ് കിട്ടി അതിമ പിടിച്ച് കയറി വന്ന് സെമി ഫൈനലിൽ ആധികാരികമായി കാലിക്കറ്റിനെയാണ് അടിക്കുന്നത്. അതും എവിടുന്ന്? കാലിക്കറ്റിന്റെ ഗ്രൗണ്ടിൽ നിന്ന്. കഴിഞ്ഞ വർഷം SLK സീസൺ 1 സെമി ഫൈനൽ അന്ന് ഞാൻ ആ ഗ്രൗണ്ടിൽ നിന്ന് ഓർത്തതാണ്. സെമി ഫൈനൽ, കഴിഞ്ഞ വർഷത്തെ സെമി ഫൈനലിൽ കാലിക്കറ്റിന്റെ കാണികൾക്ക് മുന്നിൽ കാലിക്കറ്റ് നമ്മളെ കണ്ണൂരിനെ തോൽപ്പിച്ച് സെമി ഫൈനലിൽ നിന്ന് പുറത്താക്കിയായിരുന്നു. ഈ വർഷം നേരെ അതിനുള്ള മറുപടി എന്നോണം കാലിക്കറ്റിനെ അതേ കാണികൾക്ക് മുന്നിൽ അതേ ഗ്രൗണ്ടിൽ തിരിച്ചടിച്ച് കണ്ണൂർ ആധികാരികമായി ഫൈനലിലേക്ക് വന്നതാണ്. അതുപോലെ തന്നെ എതിരാളികളായി വന്ന തൃശൂർ മാജിക് FC 30 ബസ്സുമായിട്ടാണ് എതിരാളികളായ മലപ്പുറം FC തൃശ്ശൂരേക്ക് വണ്ടി പോയത്. 30 ബസ്സുകളാണ്. ആ 30 ബസ്സുകൾ അവിടെ എത്തിയ സമയത്ത് ഒരു ഭാഗം മുഴുവൻ കാണികൾ അൾട്രാസ് ആയിരുന്നു, ഒരുപക്ഷെ ബ്ലൂ ഗഡീസിനേക്കാൾ കൂടുതലുണ്ടായിരുന്നത്. ഒരു ഹോം ഗ്രൗണ്ടിനെ എവേ ടീം പൂർണ്ണമായും വിഴുങ്ങുന്ന ഒരവസ്ഥ നമ്മൾ കണ്ട അവിടെ. ഫുൾ സപ്പോർട്ട് ആ ഗ്രൗണ്ടിൽ വെച്ച് അത്രയും കാണികൾക്ക് മുന്നിൽ വെച്ചിട്ട് നമ്മളെ തൃശ്ശൂർ ആധികാരികമായി മലപ്പുറത്തിനെ പുറത്താക്കിയിട്ട് അങ്ങനെ വന്ന 2 ടീമുകളാണ് ഇന്ന് ഫൈനൽ കളിച്ചത്. ഇന്നത്തെ കളിയെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? നമ്മളെ പ്രഡിക്ഷൻ റെഡിയായി, അതിൽ വലിയ സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി ഈ ടീം അത് ഡിസർവിങ് ആയിരുന്നു. പിന്നെ ഈ ഒരു ക്രൗഡിന്റെ മുന്നിൽ കണ്ണൂർ കപ്പടിച്ചിട്ടില്ലെങ്കിൽ അത് കാലത്തിന്റെ ഒരു അനീതിയാവൂലേ? കാരണം ഇത്രയും പ്രതീക്ഷിച്ചിട്ട് ഒരു ഹോം മത്സരം പോലും ജയിക്കാതെ വന്ന ഒരു ടീം 3 ഹോം മത്സരങ്ങൾ തോൽക്കുന്നു, 2 ഹോം മത്സരങ്ങൾ സമനിലയാവുന്നു. ഇതൊരു ഭാഗ്യം കെട്ട ഗ്രൗണ്ടാണ് കണ്ണൂരിൽ നിന്ന് പോലും പറഞ്ഞ ആളുകളുണ്ട്. ആ സമയത്ത് കാത്തിരുന്നവന് കനകം കൊടുക്കുന്നതാണ്. അതുപോലെ ഒരു കനകം തന്നെയാണ് ഇന്ന് കണ്ണൂരിന് കിട്ടിയിട്ടുള്ളത്. സൂപ്പർ ലീഗ് കേരള സീസൺ 2, of course the great match and the great champions. Okay, അതുപോലെ തന്നെ നമ്മോടൊപ്പം കീർത്തന ഇന്നത്തെ ആങ്കർ ആയിരുന്നു. അതുപോലെ തന്നെ കാലിക്കറ്റ് FCയുടെ ആങ്കർ ആയിരുന്നു. ഇപ്പോ ഈ ഒരു നിമിഷം കീർത്തനക്ക് ഇന്ന് കണ്ണൂർ വാരിയേഴ്സ് വിന്നേഴ്സ് ആയിരിക്കാണ്. കുറേയേറെ മാച്ചുകളൊക്കെ കണ്ടിട്ടുണ്ടാവും സൂപ്പർ ലീഗില്. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാനിത് ഇക്കേന്റെ സംസാരം കേട്ടിട്ട് ഇങ്ങനെ മതിമറന്നിരിക്കുക. കാരണം എത്ര നന്നായാണ് ഒരാൾ ഒബ്സർവ് ചെയ്തത്. കാരണം ഫുട്ബോൾ പ്രേമികളാണ്, പ്രത്യേകിച്ച് മലപ്പുറംകാരനാണ് ഫുട്ബോളിനോടൊരു അത് പറയരുത്. വയനാടാണ്, സോറി. തോന്നി. കാരണം എന്താണെന്നറിയോ? അല്ലല്ല കാരണം ഇംതിയുടെ കൂടെ 24 മണിക്കൂർ നടക്കുന്നുണ്ട്. ഫുട്ബോളിൽ ഇത്ര അധികം പ്രേമിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി മലപ്പുറംകാരനാണെന്ന്. അപ്പൊ എന്തായാലും വയനാടുകാരന് ചെറിയ തിരുത്തുകൂടി ഉണ്ട് അതിൽ കൂട്ടി പറയാന്. മലപ്പുറത്തിന് വലിയ ഫുട്ബോൾ ഭ്രമുണ്ട്, പക്ഷെ അതിലും കൂടുതൽ ജയിച്ച കണ്ണൂരിന്റെ കോച്ചടക്കം വയനാട്ടുകാരനാണ്. സോ വി ഹാവ് എ ഗ്രേറ്റ്. അതെ, അല്ല ഒരു ജില്ലകൾ എടുത്തു പറയണേ. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ മെസ്സി വന്നപ്പോ എല്ലാവരും കരഞ്ഞു. അതായത് മെസ്സി മിസ് ചെയ്തത് കേരളത്തിന്റെ ആ ഒരു റിയൽ അർജന്റീനിയൻ ഫുട്ബോളിന്റെ പൾസ് അതായത് ആ ലവിനോടുള്ള പൾസ് അറിയണമെങ്കിൽ കേരളത്തിൽ വരണം എന്നാണ് പറയുന്നത്. അത്രയും ഫുട്ബോൾ പ്രേമികളുണ്ട് ഓരോ ജില്ലയിലും. അത് കണ്ണൂർ മലപ്പുറം ഒന്നുമില്ല, എല്ലാ ജില്ലയിലും അത്രയധികം ഫുട്ബോൾ പ്രേമികളുണ്ട്. പിന്നെ പറഞ്ഞു വന്ന് ചോദിച്ചത്, ഞാൻ ഈ പറഞ്ഞ പോലെ അതായത് കോഴിക്കോടിന്റെ ആങ്കർ ആയിരുന്നു. പക്ഷെ ബേസിക്കലി പറയുകയാണെങ്കിൽ ഞാൻ കണ്ണൂരുകാരിയാണ്, പയ്യന്നൂരാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട്
കണ്ണൂരുകാരിയായിട്ട് കോഴിക്കോടിനെ സ്നേഹിക്കുന്നു. അത് മറ്റൊന്നല്ല, ഞാൻ കഴിഞ്ഞ സീസൺ തൊട്ടേ അവരുടെ ആങ്കറിങ് അവരുടെ കൂടെയുണ്ട്. സോ അവരുടെ പ്ലേയേഴ്സിനെ എനിക്ക് മാനേജ്മെന്റിന് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. അവര് വിളിച്ചിരുന്നു, പക്ഷെ കോഴിക്കോടിന്റെ ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് അവർ വിളിച്ചത്. അപ്പൊ ഞാൻ ഓൾറെഡി കോഴിക്കോടിനെ ചെയ്യായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഓൾറെഡി കോഴിക്കോടിനോടൊരു ഇഷ്ടമുണ്ട്. പിന്നെ കണ്ണൂരിന്റെ മാച്ച് ഈ പറഞ്ഞ പോലെ ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല കീനായിട്ട് ഒബ്സർവ് ചെയ്ത് ഇവർ ഹോം മാച്ചസ് ഒക്കെ തോറ്റപ്പോൾ വിചാരിച്ചു ഇവർ ജയിക്കുന്നു. പക്ഷെ ഞാൻ നേരെ തിരിച്ച് ഇവർ ഒരിക്കലും, കാരണം ഹോം മാച്ചസിലൊക്കെ ഇത്രയും പരാജയം നേരിട്ട ഒരു ടീം എങ്ങനെയാണ് സെമി ഫൈനൽസിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ടീമായിരുന്നു കണ്ണൂർ വാരിയേഴ്സ്. നമ്മള് സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുമ്പോൾ മാച്ചിനെ കുറിച്ച് പറയണം. ഇന്നത്തെ മാച്ച് കണ്ണൂർ കളിച്ചത്, കണ്ണൂരിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടത്, ശരിക്കും ഇന്ന് ക്യാപ്റ്റന്റെ ആംബാൻഡ് ധരിക്കേണ്ടിയിരുന്നത് അൽക്കേഷ് ആണ്, ഗോൾ കീപ്പർ. ആ ഗോൾ കീപ്പറെ ബേസ് ചെയ്തിട്ടാണ് കണ്ണൂരിന്റെ കളി ഞാൻ കണ്ടത്. കാരണം ഗോൾ കീപ്പർ ലോങ് കിക്ക് ടാർഗറ്റ് മാനിലേക്ക് പോകുന്നു, ബാക്കിൽ നിന്നുള്ള ബിൽഡപ്പുകളില്ല, തൃശ്ശൂരിന് അവിടെ പ്രഷർ ഇല്ല. പകരം ഫൈനൽ തേർഡിലേക്ക് കളി കൊണ്ടുപോയി, അവിടെ കൂടുതൽ ടച്ചസ്, ഫൈനൽ തേർഡിലാണ് കൂടുതൽ അറ്റാക്കുകൾക്കുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ടച്ചസ് എടുത്ത് ആ ഡിഫൻസിനെ പൊട്ടിക്കുന്നത് ശരിയാണ്. കാരണം അറ്റാക്കിംഗ് മോഡിൽ തന്നെയായിരുന്നു ഇവര് കളിച്ചിരുന്നത് തൃശ്ശൂര്. കാരണം ഒരുപാട് ഈ പറഞ്ഞ ടാർഗറ്റ് ഷോട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ. അപ്പൊ ഗോൾ കീപ്പറിനെ അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം, ലാസ്റ്റ് ക്യാപ്റ്റനും ഡിഫൻഡറുമായ മെൽസൺ ആൽവസ് അവസാന നിമിഷം സ്ട്രൈക്കറുടെ റോളായിരുന്നു ആൾക്ക്. ഏത് റോളും ഗംഭീരാക്കാൻ കഴിവുള്ള താരാണ് മെൽസൺ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. 2-3 കിടിലൻ ഹെഡറാണ് അവിടെ നടത്തിയത്. ഹെഡറുകൾ പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇന്നത്തെ മത്സരത്തിൽ കൂടുതൽ മൂർച്ചയുള്ള സെറ്റ് പീസുകൾ വന്നത് തൃശ്ശൂരിന്റെ ഭാഗത്താണ്. കണ്ണൂരിന്റെ സെറ്റ് പീസുകൾക്ക് കൂടുതൽ ഒരു എന്താ പറയാ, അത് കൺവേർട്ട് ആവാൻ സാധ്യത കുറവായിരുന്നു. പക്ഷേ തൃശ്ശൂരിന്റെ സെറ്റ് പീസുകൾ ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. 2-3 പ്രാവശ്യം അത് ഗോളാവാൻ സാധ്യത പോലും കണ്ടു. സെറ്റ് പീസുകളുടെ കാര്യത്തിൽ തൃശ്ശൂരിനാണ് ഇന്ന് ആധികാരികത കണ്ടത്. അതേ സമയത്ത് അറ്റാക്ക് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ഗോളിന് ലീഡിന് പോയി. പക്ഷെ അതേസമയം ഒരു 10-man ആർമി എന്നുള്ള നിലയിലേക്ക് കണ്ണൂർ ചുരുങ്ങിയത് ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിരുന്നു. അവിടെയാണ് ഞാൻ എന്നും പറയുന്ന എല്ലാ നമ്മളെ ഈ ഒരു റൗണ്ട് അപ്പ് സെഷനിലും ഞാൻ പറയാറുള്ള കോച്ചസിൽ വിശ്വസിക്കുന്നു പറയുന്ന പോയിന്റ്. കാരണം 10 ആളായ ടീമിനെ, ഓഫ്കോഴ്സ് ആ ടീമിനെ വീണ്ടും സെക്കൻഡ് ഹാഫിലേക്ക് കൊണ്ടുവരുമ്പോൾ 15 മിനിറ്റ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയം കോച്ചസിന് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് സെക്കൻഡ് ഹാഫ് കൈകാര്യം ചെയ്യേണ്ടത്, 10 ആളുകൾ എങ്ങനെയാണ് 11 ആളുകളെ നേരിടേണ്ടത് എന്ന് കൃത്യമായി പ്ലേയേഴ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിക്കാൻ കപ്പാസിറ്റി ഉള്ള കോച്ചസാണ് കണ്ണൂരിൻ്റെത്. അതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. സെക്കൻഡ് ഹാഫ് ഒരു 3-4 ബസ്സുമായിട്ടാണ് കണ്ണൂർ വന്നത്. നിരത്തി പാർക്ക് ചെയ്തു, സമയം കിട്ടുമ്പോൾ ബോൾ കിട്ടുമ്പോൾ സന്ദർഭം ഒക്കുമ്പോൾ കൗണ്ടർ അറ്റാക്കുകൾ ചെയ്തു. രണ്ടാമത് കരീം സാമ്പു വന്നതിന് ശേഷം അറ്റാക്കിന് ഒന്നുകൂടി മൂർച്ച കൂടി, അവിടെ വീണ്ടും ഗോളുകൾ വരാനുള്ള സാധ്യതകളൊക്കെ കണ്ടു. ഒരു ഷുവർ ചാൻസ് പുറത്തു പോയില്ലെങ്കിൽ ആ മത്സരം 2-0 അവസാനിക്കേണ്ടതായിരുന്നു. എനിവേ ഷെഫീഖ് ഹസൻ നേരത്തെ കോച്ച് ഇവിടെ സംസാരിച്ചതുപോലെ തന്നെ ഉള്ളിലേക്ക് കടന്നാൽ അത് ഗോള്, അല്ലാതെ ബാറിൽ തട്ടി ഗോൾ കീപ്പറെ കയ്യിൽ തട്ടി ആ ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല. സോ 10-man army defeated 11 men. അപ്പൊ അതിൽ പറയേണ്ട മറ്റൊരു കാര്യം, നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഒരു കോച്ച് ഈ സീസണിൽ ഉണ്ടെങ്കിൽ അത് കണ്ണൂർ വാരിയേഴ്സിന്റെ മാത്രമാണ്. കഴിഞ്ഞ വർഷം ഈ ടീമിനെ സെമിയിൽ എത്തിച്ച കോച്ച് ഈ വർഷം ഒരു സ്റ്റെപ്പ് കൂടി, അതായത് അവസാന സ്റ്റെപ്പ് കൂടി ഈ ലാഡറിൻ്റെത് കവച്ചു വെച്ചിരിക്കുന്നു. സോ ഓഫ് കോഴ്സ് ഹി ഈസ് ദ ബെസ്റ്റ് കോച്ച് ഓഫ് SLK സീസൺ 2. അതുപോലെ തന്നെ അത്രക്കും കോൺഫിഡൻസ് ആ മാനേജ്മെന്റിന് ഉണ്ടായത് കൊണ്ടാണ് ആ കോച്ചിനെ തന്നെ നിലനിർത്തി അല്ല. ഇന്നിപ്പോ അതെ ഇവിടെ കിരീടം ഉയർത്തുമ്പോൾ അദ്ദേഹം ഉണ്ടാവും മുൻപന്തിയിൽ. എന്താ അല്ല, ഞാനേ അവിടെ മതി മറന്നുപോയി. അതാ കാരണം പുറകിൽ ഇത്രയും നല്ല സമ്മാനങ്ങൾ, അതായത് ഇവർക്ക് ഓരോരോ ട്രോഫികൾ കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചു, അതായത് ഏറ്റവും ഫെയർ പ്ലേ ഈ സീസണിൽ കളിച്ച ആ ഒരു അവാർഡ് കൂടെ കിട്ടിയത് കണ്ണൂർ വാരിയേഴ്സിനായിരുന്നു. അതായത് അത്ര നന്നായി കളിച്ചിട്ടാണ് അവർ ജയിച്ചത്. ഫെയർ പ്ലേ അവാർഡിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട പ്ലേയേഴ്സിനെ മാത്രമല്ല, ഇവരെ ക്രൗഡ്, റെഡ് മറൈനിയൻസിനെ കുറിച്ച് ഫാൻ ബേസ് ഇറ്റ്സ് വണ്ടർഫുൾ. കാരണം ഇവരെ ഫാൻസ് ഈ ടീമിനെ അത്ര കുഴിയിൽ കിടക്കുന്ന സമയത്തും എത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം. സോ പ്രസൂൺ അടക്കമുള്ള അവരുടെ ഒരു ടീം ഇറ്റ്സ് ഔസം, ഒന്നും പറയാനില്ല, അത്രയും സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ അതെ സൂപ്പർ ലീഗ് കേരള സീസൺ 2 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മുജി, ഇനി എന്തൊക്കെ പ്ലാന്?
ഇനി എന്താ പ്ലാൻ? കബീബ് പറഞ്ഞ പോലെ നെക്സ്റ്റ് ചിക്കൻ വിത്ത് കൊക്കോകോല എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇനി അടുത്ത സീസണിൽ നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. ISL വെല്ലുന്ന വീണ്ടും എടുത്തു പറയുന്നു, ISL വെല്ലുന്ന ISL പ്രതിസന്ധിയിലാണ്. നമ്മൾ ഒരുപാട് പ്ലേയേഴ്സ്, ടോപ്പ് ലെവൽ പ്ലേയേഴ്സ് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ISL ഓഫ് കോഴ്സ് ISL വരണം, ISL വന്നേ മതിയാകൂ. പക്ഷേ ISL വെല്ലുന്ന രൂപത്തിൽ കേരളം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. സോ SLKന്റെ മാനേജ്മെന്റ്, KF ഒക്കെ വലിയ അപ്ലോസ് അർഹിക്കുന്നുണ്ട്. ഈ സമയത്ത് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം, മെസ്സിന്റെ വരവ്. ഇപ്പൊ ISL നടത്തിപ്പ് നടക്കാതിരിക്കുന്ന സമയത്തും മെസ്സിന്റെ വരവായിട്ട് ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതൊരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ അത് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം മെസ്സിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് പൈസ മുടക്കിയത് വേറെ ആളുകളാണ്, ISL നടത്തേണ്ടത് വേറെ ആളുകളാണ്. പിന്നെ ആരാന്റെ പോക്കറ്റിൽ പൈസ ഉള്ളത് കണ്ടിട്ട് നമ്മള് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോ ISL നടക്കട്ടെ, ISL നടത്താനുള്ള പരിപാടികള് അതിന്റെ ഭാഗത്തൂടെ നടക്കട്ടെ, ISL നടക്കട്ടെ. നമ്മൾ ഇന്ത്യൻ ഫുട്ബോള് വരട്ടെ. കീർത്തനൊക്കെ എന്തോ പറയാണ്ട് കാര്യം കൂടി, കാരണം എന്താ ഈ പറഞ്ഞതിൽ വലിയ കാര്യമുണ്ട്. കാരണം സൂപ്പർ ലീഗ് കേരള എന്ന് പറയുന്നത് വെറും 2ാമത്തെ സീസണിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ അതിന്റെ ഒരു ഹൈപ്പ് ചെറുതൊന്നല്ല, വെറും 2 സീസൺ കൊണ്ടേ കേരളക്കാരെ മൊത്തം എനിക്കൊന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഈ ഒരു ലീഗിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സംതിങ് അമേസിങ്. ഇനി സീസൺസ് മാറും തോറും ഈ സൂപ്പർ ലീഗ് കേരളയുടെ വൈബ് ലെവൽ അപ്പ് തന്നെ ആവുള്ളൂ. നല്ല യങ്, അതായത് അണ്ടർ 23 ഒരുപാട് പ്ലേയേഴ്സിനെ ഇറക്കുന്നുണ്ട് എല്ലാ ടീമിലും. ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അതെ, കാരണം ഏറ്റവും ചെറിയ യങ്സ്റ്റേഴ്സിനെ ഫുട്ബോളിലേക്ക് കൊണ്ടുവരാം. അവരുടെ അതായത് പാടത്തും പറമ്പിലൊക്കെ കളിച്ച് വന്നവര് ഇത്രയും വലിയൊരു ലീഗ് മത്സരങ്ങൾക്ക് ബൂട്ട് കെട്ടുമ്പോൾ ഇനി അങ്ങോട്ട്, അതായത് നമ്മൾ ഇന്ത്യയിൽ എപ്പോഴും നിരാശ എന്ന് പറയുന്നത് ലോക ഫുട്ബോളിൽ നമുക്ക് പോകാൻ പറ്റുന്നില്ല, വേൾഡ് കപ്പിൽ പോകാൻ പറ്റുന്നില്ല. വരട്ടെ, അത് നമ്മുടെ കേരളത്തിൽ നിന്നും കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും എല്ലായിടത്തുനിന്നും 14 ജില്ലകളിൽ നിന്നും നല്ല പ്ലേയേഴ്സിന്റെ കൂടുതൽ ടീമുകൾ ഉണ്ടാവട്ടെ. സൂപ്പർ ലീഗ് കേരളം മുകളിലോട്ട് പോട്ടെ. ഒരു കാര്യം കൂടി SLKന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറയാണ്, ഈ കാണുന്ന ക്രൗഡിൽ കുറെ ആളുകൾ ഇപ്പൊ പോയി, എന്നിരുന്നാലും ഈ ക്രൗഡിലൊക്കെ ഒരുപാട് ചെറിയ കുട്ടികൾ കളി കണ്ടിട്ടുണ്ട്. ഈ ഒരു ആംബിയൻസും ഈ ടൂർണമെന്റിന്റെ ഒരു ഭംഗിയും ഇതിനോടുള്ള ആവേശവും ഫുട്ബോളേഴ്സിനെ എങ്ങനെയാണ് കാണികൾ കാണുന്നത് എന്നുള്ള ഒരു മെന്റാലിറ്റി ഒക്കെ കണ്ട് ഒരുപാട് കുട്ടികൾ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവും. സോ SLK എന്താണ് ഉദ്ദേശിച്ചത് 100% അത് ഫ്രൂട്ട്ഫുൾ ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. സോ ഈ വിറ്റ്നസ് ചെയ്ത പല ആളുകളും നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മളെ SLKന്റെയും ISLന്റെയും ഇന്ത്യൻ ടീമിന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കല്ലേ? അതെ, അതിന്റെ ഇടയ്ക്ക് അതും ഓർക്കേണ്ടത് സെക്കൻഡ് സീസൺ ആയിട്ടുള്ള കീർത്തന പറഞ്ഞ പോലെ അതിലാണ് ഇത്രക്കും ഇമ്പാക്ട് സൂപ്പർ ലീഗ് കേരളക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത്. പിന്നെ പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ കളിക്കുന്ന പ്ലേയേഴ്സ്, ഒത്തിരി പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ എത്ര പേർക്ക് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് ആകാൻ പറ്റിയിരുന്നു ഇതുവരെ? SLK വരുന്നത് വരെ മിനിമം മെമ്പേഴ്സിന് മാത്രം, പ്ലേയേഴ്സിന് മാത്രം, പക്ഷെ കുറവായിരുന്നു. ഇപ്പോൾ സൂപ്പർ ലീഗ് കേരളം വന്നത് കാരണം ഒത്തിരി പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് വരും, അവർക്കുള്ള ഓപ്പർച്യൂണിറ്റി ആണ് സൂപ്പർ ലീഗ് കേരളം ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത സീസണിൽ വീണ്ടും നമുക്ക് കാണാം അല്ലേ? ഒരു പല ഗ്രൗണ്ടുകളിലും ആങ്കറായിട്ട് പോയിട്ടുണ്ട്. എങ്ങനെയാ ഇതിന്റെ ഒരു ഫീലിംഗ് ഈ സൂപ്പർ ലീഗ് കേരളയുടെ? സത്യം പറഞ്ഞാൽ ഞാൻ അതാ പറഞ്ഞത്, അതായത് ഇപ്പൊ ഈ ഒരു ISL എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത്രയും ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഇവരുടെ മൊത്തം സിസ്റ്റം നമ്മളിങ്ങനെ നോക്കി കാണുകയാണ് എങ്ങോട്ടേക്കാണ് ഈ വളർച്ച എന്ന്. കാരണം അത്രയും ഗംഭീരമായിട്ടാണ്, അത് പറയാതിരിക്കാൻ വഴിയ ഇവർ ഇത് നടത്തിപ്പ് അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ ലീഗ് നടത്തിയത്. ഇനിയും ഇതിലും ഗംഭീരമായിട്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞ തവണയിൽ നിന്നും എന്താണ് ഇത്തവണ മാറ്റം, അതായത് 2 സ്റ്റേഡിയത്തിലും എനിക്ക് തോന്നുന്നു ഒരേ ആ ഒരു വൈബ് പൾസ് നിലനിർത്താനും കൂട്ടാനും തന്നെ സൂപ്പർ ലീഗ് കേരളക്ക് പറ്റിയത്. ഇനിയും വരട്ടെ, ഇതിലും കൂടുതൽ അതായത് ഇതിലും കൂടുതൽ എന്തൊക്കെയോ പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരാനും പുതിയ ടീമപ്പ് ഉണ്ടാവട്ടെ അല്ലേ? ഇതിലും കൂടുതൽ ടീമുകൾ ജില്ലകളിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പ്ലേയേഴ്സിന് മാത്രമല്ല ഓപ്പർച്യൂണിറ്റീസ്, SLKയുടെ ആ ഒരു SLK മാനേജ്മെന്റ് ഫുട്ബോൾ ഇക്കോസിസ്റ്റത്തിൽ കിടക്കുന്ന എല്ലാവരെയും ഉൾക്കൊണ്ടിച്ചാണ് ഈ ലീഗിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അത് ഓർത്തിട്ടുണ്ടോ മുജി? 100%. കാരണം അല്ലെങ്കിൽ നമ്മളില്ല, കോച്ചസ് ഇല്ല, എത്ര യങ് കോച്ചസ് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ജോലികൾ ഉണ്ട് എന്നുള്ളത് പല ആളുകളും അറിയുന്നത് ഈ ഒരു ടൂർണമെന്റ് വന്നതിന് ശേഷമായി. അപ്പൊ എന്തായാലും SLKന്റെ പേജ് മക്കളെ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അവസരങ്ങൾ, ഞാൻ ഒരു ട്രയൽ അനൗൺസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ പറയാണ്, ട്രയലുകൾ വരും, അവസരങ്ങൾ വരും എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ബോധത്തോടു കൂടി കാത്തിരിക്കുക, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, അത് കിട്ടുമ്പോൾ ഹിറ്റ് ചെയ്തോളാം. ഓക്കെ. അപ്പൊ നമുക്ക്
വീണ്ടും കാണാം അടുത്ത സീസണിൽ. ഓക്കെ, SLK വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത സീസണിന് മുന്നേ അതിന്റെ തയ്യാറെടുപ്പുകളിലൊക്കെ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭരാത്രി.